ഇപ്പോൾ നിരാഹാര സമരം ആരംഭിക്കുകയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാരുടെ നിരാഹാര സമരം ആരംഭിക്കാൻ പോകുന്നു. രാഹുൽനാഥ് ഒപ്പം ചേരുന്നുണ്ട്. രാഹുൽ, 3 പേരാണ് ഇന്ന് നിരാഹാരം കടക്കാൻ പോകുന്നത്. എന്താണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നുള്ള വിവരങ്ങൾ? പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ മുൻ MLA നിരാഹാര സമരം ആരംഭിക്കാൻ പോവുകയാണ്. ചടങ്ങുകൾ നടക്കുകയാണ്. ഇപ്പോൾ UDF-ന്റെ നേതാക്കളുണ്ട്, ഒപ്പം KG താര ഉൾപ്പെടെയുള്ളവർ അതിന് ഐക്യദാർഢ്യവുമായി സെക്രട്ടേറിയറ്റിന് മുന്നിലുണ്ട്. 3 പേരാണ് നിരാഹാര സമരം അനുഷ്ഠിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംഘടനയുടെ, അതായത് ആശാ വർക്കർമാരുടെ സംഘടനയുടെ ജനറൽ സെക്രട്ടറി KM ബിന്ദു, തങ്കമണി. ഇപ്പോൾ ഈ സമരവേദിക്ക് മുന്നിൽ, അതായത് സമരവേദിക്ക് മുന്നിൽ 3 കിടക്കകൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഈ 3 പേരും മുന്നിൽ നിൽക്കുന്നുണ്ട്. അവർക്ക് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് UDF നേതാക്കളുണ്ട്, KG താരമുണ്ട്. അങ്ങനെ എന്തായാലും സമരം അതിശക്തമായി 3ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അതായത് അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് കടക്കുകയാണ്. ഇത് കടക്കുമ്പോഴും ഈ പറയുന്നത് പോലെ പ്രതീക്ഷയോടുകൂടി അവർ മുന്നോട്ട് പോവുകയാണ്. കാരണം 39ാം ദിവസമായി അവരുടെ കുടുംബങ്ങളെ അവരുടെ കാര്യങ്ങൾ ബാക്കി നിൽക്കുകയാണ്. ഒപ്പം ഇത്തരത്തിൽ മുന്നോട്ട് ജീവിക്കാൻ കഴിയില്ല എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി അവകാശങ്ങൾക്ക് വേണ്ടി അവർ 1ാം ദിവസം എന്ത് പറഞ്ഞു അതേ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ 39ാം ദിവസവും 3ാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നിരാഹാര സമരത്തിലേക്ക് കടക്കുന്നത്. അല്പസമയം മുമ്പ് സംസാരിച്ചപ്പോഴും അവർ പറഞ്ഞത്, ഇത്തരത്തിലുള്ള സമരമുറകൾ കേട്ടുമാത്രം പരിചിതമായ വ്യക്തികളാണ് ഈ 3 പേരും. ജീവിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ അവരെ ഈ സമരത്തിലേക്ക് തള്ളിവിട്ടതാണ്. കാരണം ഈ സമരം തുടങ്ങുന്ന ഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഈ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഈ സമരം ഇത്രമാത്രം മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരുമെന്ന് അവർക്ക് തോന്നിയിരുന്നില്ല. കാരണം അത്രമാത്രം അവർ സർക്കാരിനൊപ്പം നിന്നതാണ്. പ്രതിസന്ധി കാലഘട്ടത്തിൽ ഒപ്പം നിൽക്കുകയും അവരെ എല്ലാ ഘട്ടത്തിലും സർക്കാർ അവരുടെ പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുകയൊക്കെ ചെയ്തതാണ്. അങ്ങനെയുള്ള മനുഷ്യർ ഒരു ആവശ്യം ഉന്നയിക്കുമ്പോൾ അത് സർക്കാർ കേൾക്കുമെന്നിവർ വിചാരിച്ചതാണ്. എന്നാൽ 39 ദിവസങ്ങളായിട്ടും അനുഭാവപൂർണമായ ഒരു വാക്ക് പോലും പറയുന്നില്ല. സമരം അവസാനിപ്പിക്കണം എന്നുള്ളത് മാത്രമാണ് പറയുന്നത്. ഇപ്പോൾ ആരോഗ്യമന്ത്രി ഡൽഹിയിലേക്ക് പോകുമ്പോഴും അത് സമരത്തിന്റെ സമ്മർദ്ദത്തിന്റെ ഭാഗമായി ഡൽഹിയിലേക്ക് പോകുന്ന ആത്മവിശ്വാസം ആർക്കുണ്ടെങ്കിലും എന്തിനു വേണ്ടി ഡൽഹിയിലേക്ക് പോയി എന്നുള്ള ചോദ്യമാണ് നിരാഹാരത്തിന് തൊട്ട് മുൻപും ഈ ആശാ പ്രവർത്തകർ പ്രതിഷേധത്തിന്റെ ഭാഗമായി ചോദിക്കുന്നത്. അതായത് എന്തിനു വേണ്ടിയാണ് പോകുന്നത്? ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ട സംസ്ഥാന എല്ലാ ചർച്ചയിലും, അല്ലെങ്കിൽ നേതാക്കന്മാർ എല്ലാ ചർച്ചയിലും നേതൃത്വത്തെയും ആശാവർക്കർമാരെയും 2ആയി ചിത്രീകരിക്കുവാനുള്ള വളരെ ഗൂഢമായ പരിശ്രമങ്ങൾ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എവിടെയാണ് ട്രേഡ് യൂണിയനിൽ അതത് മേഖലയിൽ നിന്ന് മാത്രമുള്ള ആളുകളാണോ ആ ട്രേഡ് യൂണിയനകത്തിരിക്കുന്നത്? അപ്പോൾ അതിന്റെ ഒരു ബാലപാഠം പോലും അറിയാതെ ഇത്തരത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ പല കുൽസിത ശ്രമങ്ങൾ നടത്തിയിട്ടും അതിനെയൊക്കെ തട്ടിത്തെറിപ്പിച്ച് അതിജീവിച്ചാണ് ഈ സമരം മുന്നേറുന്നത്. ഇവിടെ ഒരു നേതൃത്വത്തെയും ഒരാശയെയും ഒറ്റപ്പെടുത്താൻ ഇവിടെ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ നിരാഹാര സമരം മുഖത്തേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട്. ഞങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഈ അനിശ്ചിതകാല നിരാഹാര സമരത്തിന് നേതൃത്വം കൊടുക്കുവാൻ തന്നെ ഉണ്ടെന്നുള്ളത് കൊണ്ട്, അതുകൊണ്ട് 3 പേരെയും ഈ സമരസമിതിക്ക് വേണ്ടി കഴിഞ്ഞ 39 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന സമരത്തിന് വേണ്ടി ഈ കേരളത്തിന്റെ മുന്നിൽ ഞങ്ങൾ അഭിമാനപൂർവ്വം നിരാഹാരം കിടക്കാൻ പോവുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്തായി, പ്രത്യേകിച്ച് മാധ്യമ സുഹൃത്തുക്കൾ, ഇതൊരു സ്വന്തം വിഷയമായി കണ്ടുകൊണ്ട് ആശാവർക്കർമാർ അനുഭവിക്കുന്ന വിഷയത്തെ സ്വന്തം ജീവിത പ്രശ്നമായി കണ്ടുകൊണ്ട് ഈ സമരത്തോടൊപ്പം നിന്നുകൊണ്ട് ലോകത്തിന്റെ മുന്നിൽ ഈ സമരത്തിന്റെ ന്യായയുക്തത കൊണ്ടെത്തിച്ച മുഴുവൻ മാധ്യമ പ്രവർത്തകർക്കും ഞങ്ങൾ ഫെബ്രുവരി 1 മുതൽ ഫെബ്രുവരി 10-ാം തീയതി മുതൽ ഇവിടെ വന്ന ഈ 39 ദിവസവും നൂറുകണക്കിന് സംഘടനകൾ, വ്യക്തികൾ, സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ ആളുകൾ, അതുപോലെ തന്നെ കലാരംഗത്തുള്ള ആളുകൾ തുടങ്ങി സർവ്വ മേഖലയിലെ ആളുകളും വന്ന് ഞങ്ങൾക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മുഴുവൻ ആളുകളെയും ഞങ്ങൾ ഈ സമരഭൂമിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്ക് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, നമ്മുടെ നിരാഹാരം ആരംഭിക്കാനുള്ള സമയം നേരത്തെ പ്രഖ്യാപിച്ചനുസരിച്ച് അതിക്രമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നേരെ നിരാഹാര സമരത്തിന്റെ ഉദ്ഘാടനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതയായ പ്രിയപ്പെട്ട ഡോക്ടർ KG താരയെ ഈ നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്യുന്നത് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സൈഡ് അവിടെ ആ സൈഡിൽ
നിരാഹാര സമരത്തിലേക്ക്, സെക്രട്ടേറിയറ്റിന് മുന്നിലെ നിരാഹാര സമരത്തിലേക്കാണ് ആശാ വർക്കർമാർ കിടക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കാനും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലിനും വേണ്ടി ആരോഗ്യമന്ത്രി വീണ ജോർജ് ഡൽഹിയിലും എത്തി ചർച്ച നടത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്നോ നാളെയോ കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി സംസ്ഥാന ആരോഗ്യമന്ത്രി ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഡോക്ടർ കെ ജി താര